കഴിഞ്ഞ മാസം 30-നാണ് സപ്ലൈകോ ഗോഡൌണിലേക്ക് അരിയുമായി എത്തിയ ലോറി നാരായക്കാനം പൂവത്തേൽ ജസ്റ്റിന്റെ വീട്ടുമുറ്റത്തേക്ക് പതിക്കുന്നത്. ഇറക്കത്തിൽ ലോറിക്ക് നിയന്ത്രണം നഷ്ടമായതാണ് അപകട കാരണം. വീട്ടുമുറ്റത്ത് കിടന്നിരുന്ന കാറിനും ഓട്ടോറിക്ഷയ്ക്കും കേടുപാടുകൾ സംഭവിച്ചു. കാർ ഷെഡ് തകർന്നു. അപകടം നടന്ന് ഒരാഴ്ച പിന്നിടുമ്പോൾ ലോറി ഇവിടെ നിന്നും മാറ്റിയിട്ടില്ല. ജസ്റ്റിനുണ്ടായ നഷ്ടവും നികത്തിയിട്ടില്ല. അന്ന് വാക്കാൻ ഒരു ഉറപ്പ് പറഞ്ഞിരുന്നതാണ്, ഈ ഓട്ടോറിക്ഷ പണിത് കൊടുക്കാം, ഷെഡ് പണിത് കൊടുക്കാം, ഇതിനെല്ലാം പൈസ കൊടുത്തേക്കാം എന്നെല്ലാം പറഞ്ഞിട്ട് 8 ദിവസമായിരിക്കും. ആരും തിരിഞ്ഞു നോക്കുന്നില്ല ഇങ്ങോട്ട്. ലോറി ഉടമയെ ബന്ധപ്പെടുമ്പോൾ പല കാരണങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത്. ലോറിയിലുണ്ടായിരുന്ന അരി അപകടം നടന്ന ദിവസം തന്നെ മറ്റൊരു വാഹനത്തിൽ ഇവിടെ നിന്ന് കൊണ്ടുപോവുകയും ചെയ്തു. ഇത് യഥാർത്ഥ ഓണർ ഒരു തമിഴനാണ്, പക്ഷേ RC ഓണർ കമ്മവെട്ടുകാരനാണ്. പുള്ളി ഇതെല്ലാം വാക്കും പറഞ്ഞാൽ ഇപ്പോൾ അവർ ഈ 8 ദിവസമായിട്ട് വന്നില്ല. എനിക്ക് എൻ്റെ മമ്മി കിടപ്പ് രോഗിയാണ്. അപ്പോൾ മിനിങ്ങാന്ന് മമ്മീനെ ആശുപത്രി കൊണ്ടുപോകാനായിട്ട് നോക്കുമ്പോൾ എനിക്ക് വണ്ടി സ്ട്രെച്ചറിൽ പോലും ഇങ്ങോട്ട് ഇറങ്ങാൻ മേലാത്ത രീതിയിലെ വഴി മറ്റേ വീട് സിറ്റൗട്ട് ബ്ലോക്കായി കിടക്കുക. റോഡിന്റെ അശാസ്ത്രീയമായ നിർമ്മാണവും സുരക്ഷാ വേലി സ്ഥാപിക്കാത്തതുമാണ് തുടർച്ചയായ അപകടത്തിന് കാരണമെന്ന് പരാതിയുണ്ട്. എന്നാൽ അധികൃതരാരും ഇതുവരെ ഇവിടെ പരിശോധനയ്ക്ക് പോലും എത്തിയിട്ടില്ല. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി. നന്ദുഷയാണ് വിവരങ്ങളുമായി ചേർന്നത്. നന്ദു, ശരിക്കും ആ ലോറി ഉടമയ്ക്ക് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആൾക്കാർക്ക് എന്താണോ വേണ്ടത് ആ കാര്യങ്ങളെല്ലാം സേഫായി മാറ്റിവെച്ചിട്ടുണ്ട്. പക്ഷേ ഈ വീട്ടുകാരുടെ സങ്കടം, അവരനുഭവിക്കുന്ന ദുരിതം കാണാൻ മാത്രം അവർക്ക് യാതൊരു കണ്ണുമില്ല, അവർക്കൊരു പരിഹാരവുമില്ല. ഈ പരാതിയൊക്കെ നൽകുന്നത് കൊണ്ട് എന്തെങ്കിലും പരിഹാരം ഉണ്ടാകുമെന്ന് ആ വീട്ടുകാർ വിചാരിക്കുന്നുണ്ടോ? തൻ്റെ വീടിൻ്റെ മുന്നിലേക്ക് വന്ന ഒരു വലിയ വിപത്ത് എന്ന് തന്നെ പറയേണ്ടി വരും ഈ നാരായക്കാന സ്വദേശി ജസ്റ്റിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെ. കാരണം അധികൃതർ ഒന്നും തന്നെ തിരിഞ്ഞു നോക്കുന്നില്ല. ഒരു വലിയ ലോറി സ്വന്തം വീട്ടിലേക്ക് ഇടിച്ചു കയറി. സപ്ലൈകോ അധികൃതരുടെ കരാറിൽ ഓടിക്കൊണ്ടിരുന്ന ലോറിയാണ്, അരിയുമായി വന്ന ലോറിയാണ് സ്വന്തം വീട്ടിലേക്ക് ഇടിച്ചു കയറി. സ്വന്തം പോർച്ചിലുണ്ടായിരുന്ന കാറിനും അവിടെ നിർത്തിയിട്ടിരുന്ന ഓട്ടോയ്ക്കും സ്വന്തം വീടിനും ഗുരുതരമായ നഷ്ടം സംഭവിക്കുകയുണ്ടായി. 2 ലക്ഷം രൂപയിലധികം തുകയുടെ നാശനഷ്ടമാണ് മൊത്തത്തിൽ ഈ ജസ്റ്റിന് ഉണ്ടായിട്ടുള്ളത്. സ്വന്തം അമ്മ, കിടപ്പ് രോഗിയായ അമ്മയെ വീട്ടിന് പുറത്തേക്ക് എത്തിക്കാനും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനും ഒന്നും കഴിയാത്ത വിധം വഴിമുടക്കിയായി ഇപ്പോഴും ആ ലോറി ജസ്റ്റിൻ്റെ വീട്ടുമുറ്റത്ത് നിൽക്കുന്നു എന്ന് പറയുന്നത് വളരെ ദയനീയമായ ഒരു കാഴ്ചയാണ്. നിരവധി തവണ ഇതുമായി ബന്ധപ്പെട്ട് അധികൃതരുടെ ശ്രദ്ധയിൽ ഈ വിഷയം പെടുത്തിയിട്ട് പോലും ആരും ഇതുവരെ ഒരു തരത്തിലുള്ള ഇടപെടലും ജസ്റ്റിൻ്റെ ഈ ഒരു വലിയ ബുദ്ധിമുട്ട് ഒഴിവാക്കാനായി നടത്തിയിട്ടില്ല എന്ന് തന്നെയാണ് നമ്മളിപ്പോഴും മനസ്സിലാക്കുന്നത്. കാരണം അരിയൊക്കെ മാറ്റുന്നതിൽ വലിയ ഉത്സാഹത്തോടെ തന്നെ അധികൃതരെല്ലാം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.